ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കരുൺ ബി ശ്രീനിവാസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലത്തിൻ്റെ സ്വന്തം അഡ്വഞ്ചർ പാർക്കിലാണ്. അപ്പോൾ ഇന്ന് അഡ്വഞ്ചർ പാർക്കിൻ്റെ വിശേഷങ്ങളാണ്, ഇവിടുത്തെ ഒരു മനോഹാരിതയാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സംസാരിച്ച് മുഷിയിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരാനുള്ള വീൽ ചെയറും ക്രച്ചസൊക്കെ ഇവിടെ അവൈലബിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിലും കൊണ്ടുവന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർക്കുള്ള വീൽ ചെയറൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ടിക്കറ്റ് ചാർജ് അതുകൊണ്ട് അഡൾട്ടിന് 24 രൂപ, ചിൽഡ്രന് 12 രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. ക്യാമറ ഷൂട്ട് വല്ലതും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 59 രൂപയാണ്. മൊബൈൽ വെച്ച് ഷൂട്ടൊന്നും ചെയ്താൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ്ട് നമ്മൾ അഡ്വഞ്ചർ പാർക്കിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. നമുക്കിനി ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളിലേക്ക് കടക്കാൻ. ഇന്ന് നമ്മുടെ കൂടെ പുതിയൊരു അതിഥിയുണ്ട്. അതിഥിയൊന്നുമല്ല, നമ്മുടെ ക്യാമറ മാമൻ ആദർശ് അളിയനാണ് ഇവിടെ നമ്മുടെ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ ജോലി ചെയ്യുന്ന ചേച്ചിമാരൊക്കെയാണ് തോന്നുകൊണ്ടിരിപ്പുണ്ട്. ചേച്ചിയാരെ അതാണ് അവരെ ജോലി പോകുന്നത്. ജോലിയെല്ലാം ചെയ്താണ് ക്ലീൻ ആക്കിയിട്ടേക്കോ. ഇവിടെ ഒന്നും ഒരു പൊടി പോലും ഇല്ല. ഇവിടെ എല്ലാവരും ക്ലീൻ ആക്കിയിട്ടേക്ക്. നിങ്ങളൊക്കെ ഇതിന്റെ സെക്രട്ടറി കാണുന്നുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ടാണ് അവർ ക്ലീൻ ആക്കിയിട്ടേക്കുന്നത്. ഇനി കത്തിക്ക് വന്നത് കൊണ്ട് കളയുവാന്നോ? കൊണ്ട് കളഞ്ഞാൽ മതി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? കൊറോണയൊക്കെ ആയിട്ട് കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. അപ്പം ഞങ്ങളൊരു ചാനലിലെ വ്ളോഗേഴ്സാണ്. അപ്പോൾ ഇവിടെ വ്ളോഗ് ചെയ്യാൻ വന്നേ. അപ്പം അഡ്വഞ്ചർ പാർക്കൊന്ന് പിടിക്കട്ടെ. ഓക്കെ, ശരി. ക്യാമറ ബാഗും കയ്യിലേന്തി ആദർശളിയൻ. അപ്പം നമ്മൾ അഡ്വഞ്ചർ പാർക്കിൻ്റെ മനോഹാരിതയിലേക്ക് കടക്കാൻ പോവുകയാണ്. ചുറ്റും നടന്ന ഒരുപാട് കപ്പിൾസൊക്കെ ഇരിപ്പുണ്ട്. ഇനി കപ്പിൾസിനെ ഒന്നും ഞാൻ പുറത്തോട്ട് കാണിക്കുന്നില്ല. ഇനി അവരെ വീട്ടിൽ ഇന്ന് കല്യാണമൊക്കെ നടത്തിക്കൊണ്ടു കഴിഞ്ഞാൽ ആകെ സീനാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ ആളുകളൊക്കെ ആയിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. കമാ. ഇന്ന് നടന്ന ഏറ്റവും വലിയ ഒരു മണ്ടത്തിലുണ്ട്. ഞങ്ങൾക്ക് എന്തോന്നറിയാം, ഞങ്ങൾ ക്യാമറ ഷൂട്ട് ചെയ്യാനായിട്ട് ഏകദേശം 52 രൂപയാണ് ക്യാമറയ്ക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്. പിന്നെ ടിക്കറ്റ് ചാർജ് എല്ലാവർക്കും കൂടി എത്ര 24 രൂപ അല്ലേ? 20 രൂപ എല്ലാം കൊടുത്ത് അകത്ത് കയറിയപ്പോൾ അളിയൻ്റെ ക്യാമറയ്ക്ക് ചാർജ് ഇല്ല. ഞങ്ങൾ ആരായി ടിക്കറ്റ് എടുത്തപ്പോഴേ പറഞ്ഞ അളിയാ നിന്റെ ക്യാമറ ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചത്. ടിക്കറ്റ് എടുത്തപ്പോഴേ ഞാൻ ചോദിച്ചു. ഫ്രണ്ട്സ്, അതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എഴുത്തുകാരനാണെന്ന് തോന്നുന്നു. എഴുത്തുകാരനല്ല, PSC പഠിക്കുന്നു. നോട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ ചേട്ടൻ സ്ഥിരം വരാറുണ്ടോ? ഇവിടെ വല്ലപ്പോഴും വരാറുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. എന്തെങ്കിലും സജഷൻ വല്ലതും ഉണ്ടോ? അഡ്വഞ്ചർ പാർക്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ? ഒരു സജഷനും ഇല്ല. ഇതുപോലെ പോകുന്ന അല്ലെങ്കിൽ പോയാൽ മതി. ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോയാൽ മതി. അത്ര. ചേട്ടൻ്റെ പേരെന്ന് പറയാമോ? അഭിജിത്ത്. ബാബു ചേട്ടാ ടാറ്റ കൊടുത്ത രവി ചേട്ടാ. ഹലോ. ഓക്കെ ചേട്ടാ, അതാണ് ചേട്ടാ. മാസ്ക് ഒക്കെ വെച്ചു. മാസ്ക് ഒക്കെ ചേട്ടാ. ചേട്ടൻ്റെ പേര്? സോറി, സ്ഥിരം വരുന്നതാണോ? അല്ലല്ല, ഞാൻ അങ്ങോട്ട് വന്നേ ഉള്ളൂ. ഇപ്പം വന്നേ ആദ്യം കേട്ടോ? ആദ്യമായിട്ടല്ല, വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കുറച്ചൊക്കെ പറയാം. കുഴപ്പമൊന്നുമില്ല. കൊടുത്ത പൈസക്ക് മുതലാണോ? 20 രൂപയ്ക്ക് മുതലാണോ? 27 രൂപ. കോളേജ് എക്സാം നടക്കും. ആ, ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റ് സ്ഥലത്ത്. അപ്പോൾ ചേട്ടാ, ഞങ്ങളുടെ ചാനൽ കരുൺ ബ്ലോഗ്സ് നോക്കിക്കും. നമുക്ക് പുതിയൊരു സബ്സ്ക്രൈബറിനെ കിട്ടിയിരിക്കുകയാണ്. ആനന്ദ നിമിഷങ്ങൾ. ആനന്ദ തുമ്പിലോ. ഫ്രണ്ട്സ്, ഒരുപാട് കപ്പിൾസ് ഇവിടെ നിന്ന് നടന്ന് പോകുന്നുണ്ട് വീട്ടിലേക്ക്. കാരണം നമ്മളൊരു ശല്യമായി, സ്വർഗത്തിലെ കട്ടുറുമ്പായി ഞാനിവിടെ വന്നതാണോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. വിഷമമുണ്ട്. എനിക്ക് അവരോട് നേരിട്ട് പോയി വിഷമം പറയണമെന്നുണ്ട്. പക്ഷെ അതിന് പോലും അവസരം തരാതെ കിടക്കുകയും പാണ്ടും എടുത്തവർ രക്ഷപ്പെടുകയാണ്. അപ്പോൾ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ പേരെന്താണ്? രാഗി, നല്ല ശാന്തമായ പേര്. ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടെ പഠിക്കാൻ വന്നത്? നിങ്ങൾ എന്ത് പഠിക്കുന്നു? എനിക്കറിയില്ല അതെന്താണെന്ന്. മെഡിക്കൽ കോളേജിലാണോ? മെഡിക്കൽ കോഡിംഗ്. എന്തോ പ്രത്യേകതരം ഒരു കോഡിംഗ് ആണ്. എന്താ കോഴ്സ്? എന്താണ്? ഹോസ്പിറ്റാലിറ്റി അല്ല. ഏത് കോളേജ്? അവിടെ പ്ലസ് 2 കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തു. ഡിഗ്രി കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തു. ഈ MSW പോലൊക്കെ തന്നെ അതോ? അല്ല. നിങ്ങളുടെ ഫീൽഡ് എങ്ങനെയാണ്? മീൻസ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കരിയർ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ പേഷ്യൻസിന്റെ ഒക്കെ റെക്കോർഡ്സ് ഒക്കെ നമ്മുടെ ഇവിടുത്തെ രീതിയിലാണ് അയക്കുന്നത്. ഫുൾ ഒരു ലോങ് ആയിട്ടുള്ള ഇതിൽ അയക്കുന്നത്. നമ്മളത് ഷോർട്ട് ആക്കി കോഡ് രൂപത്തിലാക്കി നമുക്ക് ആ അതിന്റെ റിവ്യൂ നമ്മൾ ആ പേഷ്യൻസിന് കൊടുക്കും.
കോഡ് രൂപത്തിൽ. ഓക്കെ. അപ്പൊ കാര്യങ്ങൾ പെട്ടെന്ന് എളുപ്പം അറിയാൻ പറ്റും. പറയാൻ പറ്റും. അത് ഇപ്പൊ അടിച്ചു വലിയൊരു കൊടുത്തു ഡീറ്റെയിൽസ് ആണെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ 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 നല്ലൊരു കാര്യമാണ്. നല്ല കാര്യം, ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഇവിടുത്തെ അനുഭവം ഇവിടെ സ്ഥിരം വരാറുണ്ടോ? കഴിഞ്ഞാൽ ആദ്യമായിട്ട് അല്ല ആദ്യമായിട്ടൊന്നുമല്ല, ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പഠിക്കാനായിട്ട് വരാറുണ്ട്. ഓക്കെ, അല്ല, നല്ല പഠിക്കാനായി നോട്ട് ദ പോയിന്റ് ഫ്രണ്ട്സ്, പഠിക്കാനായി മാത്രം വരാറുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് അനുഭവം? എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട സ്ഥലത്തിന്റെ ഒരു അവിടുത്തെ അഭിപ്രായം എന്ന് പറയാം. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? ശാന്തമായിട്ടിരുന്ന് പഠിക്കാൻ പറ്റും, ശാന്തമായിട്ട് പഠിക്കാൻ പറ്റും. നല്ല അന്തരീക്ഷം. നല്ല അന്തരീക്ഷമാണ്. നിങ്ങൾ ഫുഡൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്? ഓക്കെ, ഫുൾ സന്നാഹങ്ങളോടാണ് പിള്ളേർ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ അവരെ ശല്യം ചെയ്യാൻ അവർ പഠിക്കട്ടെ, ഉയർന്ന നിലയിലെത്തട്ടെ. അതാ പഠിക്കുന്ന പിള്ളേർ പഠിക്കട്ടെ. നമ്മളോ ഇങ്ങനെ ആയിപ്പോയി. ബൈ കാണാം. അളി ഇവിടെ കുളമൊക്കെ ഉണ്ടല്ലേ? ഫ്രണ്ട്സ് ആണ് ഇവിടെ കുളമൊക്കെ ഉണ്ട്. നമ്മുടെ മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മീനൊക്കെ ഉണ്ട്. കുളത്തിന്റെ കൈവരിയിൽ ഇരിക്കരുത്. ഇപ്പോൾ ഫ്രണ്ട്സ് ആണ് ഇവിടെ ഒരു കുളമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് മീനൊക്കെ ഞാൻ പണ്ട് വരുന്ന സമയത്ത് ഇവിടെ മീനൊക്കെ ഉണ്ടായിരുന്നു. കറക്റ്റ് പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്ന സമയത്ത് മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മീനെ പോയിട്ട് അവളെ പോലും കാണുന്നില്ല. അറിയില്ല, മീനൊക്കെ കാണുമായിരിക്കും. നല്ല ശരിക്കും നല്ല വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് നല്ല വൈബുള്ള. ഇവിടെ വന്നപ്പം ഏറ്റവും കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പ വന്നൊരു അവസ്ഥയാണ് ഫ്രണ്ട്സ് ഞങ്ങളിവിടെ വന്നപ്പോൾ. കാരണം എല്ലാവരും ഇറങ്ങി ഓടുവാണ്, കുറേ പേര് പേടിയോടെ ഭയാനകമായി നോക്കുകയാണ്. നല്ലൊരു കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. നല്ല കപ്പിൾ ഫ്രണ്ട്ലിയാണ്. ഒരുപാട് കപ്പിൾസിന് സേഫായി വന്നിരിക്കാൻ പറ്റുന്നൊരു പ്ലേസാണ് അഡ്വഞ്ചർ പാർക്ക്. പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലം കൂടിയാണിത്. കാര്യം ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ വന്ന് സ്പെൻഡ് ചെയ്യാനെല്ലാം സാധിക്കുന്ന ചിൽഡ്രൻസ് പാർക്കുണ്ട്. ചിൽഡ്രൻസ് പാർക്കുണ്ട്. കുട്ടികളായിട്ട് വന്നാലും ഇവിടെ എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. കാരണം നമുക്ക് ഇവിടെ നിന്ന് ഊഞ്ഞാലാടാൻ കഴിയും. ഫ്രണ്ട്സ്, പക്ഷേ ഊഞ്ഞാൽ അളവൊക്കെ തെറ്റി കിടക്കും. ഒട്ടി വീടല്ലേ, ഉടഞ്ഞ് മേളിൽ കയറുക. കുട്ടികൾ കളിക്കുന്ന കിടിലം പാർക്കാണ് കേട്ടോ. എല്ലാ രീതിയിലുള്ള പാർക്ക് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. കുട്ടികൾ ശരിക്കും കുട്ടികൾക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഒരു മനോഹാരിത മൊത്തത്തിൽ നമുക്കൊന്ന് കാണാം. ആണ് കേട്ടോ. സൈഡിൽ നമുക്ക് ഇരിക്കാനൊക്കെയുള്ള ഇരിപ്പിടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലിക്കോ കപ്പിൾസിനോ ഒക്കെ വന്ന് ഇരിക്കണമെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള ഇതാണ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഹെൽമെറ്റ് അനാഥപ്രേതങ്ങളെ പോലെ ഇവിടെ ഉണ്ട്. ആണ് ഇവിടെ നമ്മുടെ കപ്പിൾസിന് ഫാമിലിക്കൊക്കെ വന്ന് ഒരു വൈബൊക്കെ ആസ്വദിച്ചിരിക്കാനുള്ളൊരു സ്പോട്ടാണ് ഇവിടെ എന്ന് പറയുന്നത് അല്ലേ. കായലിലോട്ട് തള്ളി നമ്മുടെ ഓളം തള്ളി കായലിലെ മനോഹാരിത കണ്ട് കാറ്റും കായൽ നാറ്റും ഒരേപോലെ ആസ്വദിച്ച് അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ വരുമ്പോൾ മറ്റൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ സ്റ്റാച്യൂസിനും ഓരോ മീനിങ് ഉണ്ട്. അതിൻ്റെ മീനിങ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബണ്ടിൽ ഓഫ് സ്ലോഗൻസ് എന്നാണ് ഇതിൻ്റെ മീനിങ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് മണ്ണൊക്കെ പറ്റി മാഞ്ഞിരിക്കുവാണ്. ചെന്നാലും മണ്ണും എല്ലാം ഉണ്ട്. അതാ ബണ്ടിൽ ഓഫ് സ്ലോഗൻസ്. ഈ ബണ്ടിൽ ഓഫ് സ്ലോഗൻസ് എന്ന് പറയുമ്പം എന്താ പറയുക, നമ്മുടെ ഈ വചനങ്ങളുടെ ഒരു കൂട്ടം ഈ കെട്ടി വെച്ചേക്കോ വചനങ്ങളൊരു കൂട്ടമാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ആശയങ്ങളെല്ലാം കൂടി നമുക്ക് പണ്ടത്തെ നമ്മുടെ പണക്കിഴിയൊക്കെ കിഴി പോലൊക്കെ ഇങ്ങനെ കെട്ടി നമ്മളിപ്പോൾ ഇത് കാണണമെങ്കിൽ കിഴി പൊറോട്ട നോക്കേണ്ടി വരും. ഇങ്ങനെ കിഴി കെട്ടി വെച്ച പൊറോട്ടയാണ് കാണാൻ പറ്റുന്നത്. അതിനകത്ത് നമ്മുടെ സ്ലോഗൻസ് ഒരു അറിവിന്റെ നിറക്കൂട്ട്. ഇതിൽ വെച്ചാൽ നമ്മൾ ഇതുപോലെ അറിവ് സമ്പാദിക്കുകയാണ്. എത്രത്തോളം അതായത് നമ്മുടെ ഉള്ളിൽ ഇതുപോലെ ഒരു അറിവിന്റെ ഒരു കിഴി ഉണ്ടായിരിക്കണം. എല്ലാവരും ഒരുപാട് വായിക്കുക, ഒരുപാട് അറിവ് സമ്പാദിക്കുക. അതാണ് ഇതിലൂടെ അവർ തരുന്ന ഒരു അർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് വരുമ്പോൾ മറ്റ് ആശയങ്ങൾ മനസ്സിൽ വരുന്നെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇത് എൻ്റെ മനസ്സിൽ വന്നൊരു ആശയമാണ്. ഇനി നമുക്ക് മറ്റ് പ്രതിമകളൊക്കെ നോക്കാം. അവിടെയൊക്കെ ഒരുപാട് പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വൈബൊക്കെ ആസ്വദിച്ചടക്കം ഒരു പുള്ളിക്കാരനാണ് കാര്യമാണ്. സിംബൽ ഓഫ് റിയൽ വിഷൻ. ആ പുള്ളി
കഥ പറയുവാണല്ലേ പുള്ളി. ഒപ്റ്റിക് വേൾഡ്. ഒപ്റ്റിക് വേൾഡ് എന്ന സിംബൽ ഓഫ് റിയൽ വിഷൻ എന്നാണ് പറയുന്നത്. അതായത് പുള്ളിക്കാരി പ്രകൃതിയോട് ഇണങ്ങി കിടക്കേണ്ട ആ പുള്ളിക്കാരുടെ കാൽപാദത്തിൽ ഒരു കിളി വന്നിരിക്കുകയാണ്. പാദത്തിലല്ല, മുട്ടില് വന്നൊരു കിളി ഇരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ എന്താ പറയുക, പ്രകൃതിയുടെ ഒരു മനോഹാരിത ആസ്വദിക്കുന്ന, അതാണ് പറയുന്നത്. അതാണ്ട് സ്റ്റോറി ടെല്ലർ, കഥ പറയുകയാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, അടഞ്ഞു മൂടിയ ഒരു ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ ലോകത്ത് ജീവിക്കുമ്പോൾ പ്രകൃതിയോടെ ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന ഒരു അടയാളമായിട്ടാണ് ഈ ഒരു സ്ട്രക്ചറിനെ കാണിച്ചിട്ടുള്ളത്. അതാണെന്ന് തോന്നുന്നതിൻ്റെ അർത്ഥം എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. നിങ്ങളുടെ അറിവുള്ളവർ ഒന്ന് നോക്കുക. ചിലപ്പോൾ ഇതിൽ കൂടുതൽ മനോഹരമായുള്ള അറിവുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയേക്കാം, ഒരുപാട് ഐഡിയാസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം. നമുക്ക് മറ്റ് ശില്പങ്ങൾ വല്ലതും ഉണ്ടോ ഇത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഇവിടെ തന്നെ ജിമ്മുണ്ട് കേട്ടോ. അത്യാവശ്യം വലുതായി ജിമ്മിൽ പോകാനുള്ള കാശില്ല, വലിയ ഫണ്ടൊന്നും ഇല്ലാത്തവർക്ക് നൈസായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ്സിനുള്ള, അതാണ് ഞാൻ പറഞ്ഞത്, നേവി, എയർഫോഴ്സ്, മിലിറ്ററി, പോലീസിലൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വേറെ 20 രൂപ ടിക്കറ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം രാവിലെ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം. വേറെ 20 രൂപ ചിലവിൽ ഫിറ്റ്നസ്, അതായത് മൊത്തത്തിലുള്ള ഹോൾ ടിക്കറ്റാണ് 20 രൂപ. അതെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല രസമാണ്. നമുക്ക് നോക്കാം, അതിൻ്റെ അകത്തോടെ കയറി നോക്കാം. എന്തുകൊണ്ട് അരിയായിട്ടുന്നത്? അരിയായിട്ടുന്നുണ്ട് ഒരു എക്യുപ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വല്ല ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. സത്യമായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല ഫ്രണ്ട്സ്. ഒരു കൊള്ളാം, രസമുണ്ട്. പല രീതിയിൽ നമുക്ക് ഇറങ്ങി കളിക്കുക. വീട്ടിൽ നിന്ന് ബോറൊക്കെ അടിച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഇരിക്കുക. കൊള്ളാം, എനിക്കൊന്നും തോന്നുന്നില്ല. നിങ്ങൾ തോന്നുവാണെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഇത് ചെയ്തിട്ട് തോന്നുവാണ്. ഇവിടെ തന്നെ ഹെൽമെറ്റ് വെച്ച് തലയെ സുരക്ഷിതമായി വരുന്ന ചേച്ചിമാർ. എങ്ങനെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? ഞങ്ങൾ ഉപദ്രവിക്കുന്നവരല്ല. ഇവിടെ 2 പേര് ഇരിപ്പുണ്ട്. കമാ, 2 പേരല്ല 3 പേരുണ്ട്. കൊച്ചുനെ കണ്ടില്ലേ? ഞാൻ അവഗണിച്ചു കുട്ടി. ഹലോ ഹലോ ഹലോ, ഹായ് പറ. ചിരി വരുന്നു. അവരുടെ പേരെന്നാ? മാസ്ക് ഇട്ട് വെറുതമായി രൂപങ്ങൾ ഏതൊക്കെയാന്ന് നാണ വരുന്ന കേട്ടോ, നാണ വരുന്നു. എനിക്ക് എൻ്റെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്നു. നിങ്ങൾ ഇവിടെ സ്ഥിരം വരുന്നതാണോ ചേട്ടാ? പേരാണ്? എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ് ചേട്ടൻ്റെ പേര്. മഞ്ജിമ. ഓക്കെ. അവരുടെ പേര് ധൻവി. നല്ല വെറൈറ്റി പേര്. ധൻവി എന്ന പേരിന് അർത്ഥം അറിയാമോ നിങ്ങൾക്ക്? അതോ എന്താണ്? മഹാലക്ഷ്മി. ഓക്കെ, മഹാലക്ഷ്മിയാണ്, വളർന്നു വരുന്ന മഹാലക്ഷ്മിയാണ് നമ്മുടെ ധൻവി. ഹലോ ധൻവിയെ കുട്ടി. ഓക്കെ, അപ്പം നിങ്ങളിവിടെ സ്ഥിരമൊക്കെ വരാറുണ്ടോ? സ്ഥിരം വരാറുണ്ട്. എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ? എന്താണ് ഇവിടുത്തെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഇവിടെ വരുത്തുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇത് ഈ പ്ലേസിന്റെ അതേ മനോഹാരിത തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്തെങ്കിലും ടൈപ്പിൽ ഡെവലപ്മെന്റ് എന്തെങ്കിലും റിമൂവ് ചെയ്യണോ, എന്തെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്യണോ, അങ്ങനെ വല്ല എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? ടൂറിസത്തിന്റെ ഭാഗത്തിലോ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. ഇപ്പൊ പ്രകൃതിയുടെ അതേ മനോഹാരിതയിൽ നിലനിർത്തിക്കൊണ്ടു പോകണമെന്നാണ് സ്ഥിരം വരുന്നവരാണ്. അപ്പം അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇനി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തണ്ട, ഇതിൽ ഞങ്ങൾ സംതൃപ്തരാണ്. അതാണ് അവരിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞങ്ങൾ മറ്റു കാഴ്ചകളിലോട്ടൊക്കെ പോവാണ്. കൊച്ചിന് മാസ്ക് ഇട്ട് കൊടുക്കണം കേട്ടോ, സൂക്ഷിക്കണം ഈ സന്ദർഭങ്ങളിലൊക്കെ വരുമ്പോൾ. ഓക്കെ, ടാറ്റാ, എന്തെങ്കിലും കാണാം. ഓക്കെ, ഇവിടെ ആ പയ്യൻ പോയി. ചേട്ടൻ്റെ പേര് അഖില. ഓക്കെ, ചേർച്ചയുള്ളതാണ്. ലവ് മാരേജ് ആയിരുന്നു? ഭാഗ്യം കിട്ടിയില്ല. ഇനിയും പ്രണയിക്കാമല്ലോ മനോഹരമായിട്ട്. അപ്പോൾ ചേട്ടാ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇഷ്ടപ്പെട്ട സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? സ്ഥിരം വരാറുണ്ടോ ഇവിടെ? പണ്ടുപേര് വരുന്നു. ഞാൻ നേരത്തെ അവിടെ നിന്നപ്പോഴേ ശ്രദ്ധിച്ചായിരുന്നു, നിങ്ങൾ നല്ലൊരു ജോഡികളിരിക്കുന്നു. ചേട്ടൻ നൈസായിട്ട് ഇടയ്ക്കൂടെ വലിയാണ്. നൈസായിട്ട് വലിയാണ്. അതെങ്ങനെ ചേച്ചി എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇഷ്ടപ്പെട്ടോ? സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? എവിടെ പഠിച്ചേ? ഞങ്ങൾ ഫാത്തിമ പഠിച്ചാൽ ഞങ്ങൾ ഫാത്തിമയുടെ പ്രൊഡക്ട്സ് ആണ്. അതെ, ഞാൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞാണല്ലോ. 2017. അപ്പം നമ്മുടെ ഞാൻ പഠിച്ച ഫാത്തിമയിലെ എന്താ പറയുക ഒരു പ്രോഡക്റ്റാണ് ഇരിക്കുന്നത്. വളരെ നല്ലൊരു, ഒരുപാട് കണ്ണീർ പൊഴിക്കുന്ന നിമിഷങ്ങൾ എനിക്കുന്നുണ്ടായി. അപ്പോൾ അവിടുത്തെയാണ്. അപ്പം ചേട്ടൻ്റെ സ്ഥലം എവിടെ?
തേവലക്കരയാണ്. കൊട്ടാരക്കര തേവലക്കര, കരുനാഗപ്പള്ളി തേവലക്കരയാണ് സ്ഥലം. ഓക്കെ, അപ്പം ഇനി യാത്രകളൊക്കെ ആയിരിക്കുമല്ലോ, ഹണിമൂൺ യാത്രകൾ കഴിഞ്ഞ്. കൊറോണ ടൈമിലായിരുന്നു ഹണിമൂണെല്ലാം. കഴിഞ്ഞ മാസം 29 കുറച്ചും കൂടി മുമ്പ് വളരെ കണ്ടെങ്കിൽ ആ കല്യാണം ഉണ്ടാകാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയേനെ. അതാ മിസ്സായി കളഞ്ഞു. അപ്പൊ ചേട്ടാ ഇവിടെ ചെല്ലട്ടെ. ഓക്കെ, താങ്ക്സ് ചേട്ടാ. ഓക്കെ, അവിടെ ഇവിടെ ഒരു ഫാമിലി പോകുന്നുണ്ട്, നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അറിയാം ചേട്ടത്തോടെ. അപ്പൊ ഇവിടെ സ്ഥിരം വരാറുണ്ടോ ചേട്ടാ? വല്ലപ്പോഴും വരാറുണ്ട്. പേരെങ്ങാണ് ചേട്ടൻ്റെ? എൻ്റെ പേര് റിയാസ്. റിയാസ് എന്നാണ് ചേട്ടൻ്റെ പേര്. ഉമ്മയുടെ പേര് റഫീഖ, ഷബാന, സുദാൻ. വെറൈറ്റി പേരാണ് എല്ലാവർക്കും. എങ്ങനെയുണ്ട് ഇവിടെ ഇക്കയ്ക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങൾ വല്ലതും വരുത്തണമെന്ന് തോന്നിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്? ഐ മീൻ എന്തെങ്കിലും പുതിയൊരു മാറ്റങ്ങൾ ഇവിടെ വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയ വല്ല സംഭവം? ഇതിപ്പം നിലവിൽ ഏകദേശം എല്ലാം ഉണ്ട്, പിള്ളേർക്ക് ആസ്വദിക്കാൻ പറ്റിയ സംഭവമുണ്ട്. ഫാമിലിക്കൊക്കെ ഒരു സേഫ്റ്റി തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. അപ്പം ഇതേ രീതിയിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോയാൽ മതി. ഈ 24 രൂപ എന്ന് പറഞ്ഞാൽ കുറയ്ക്കണമെന്ന് വല്ല ആഗ്രഹം? അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഈ കുടുംബം സംതൃപ്തരാണ് ഈ കുടുംബം സംതൃപ്തരാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ മറ്റു വിശേഷങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു. ഇവിടെയാണ് നമുക്ക് ബോട്ടിങ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് ബോട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒരു ബോട്ടിങ്ങിന് വേണ്ട 30 പേരാന്ന് തോന്നുന്നു. 30 പേരിന് വേണ്ടി 20, 10 അങ്ങനെ പല നിരക്കായിട്ടുള്ള ബോട്ടിംഗ് സംവിധാനമൊക്കെ ഉണ്ട്. വലിയ തുകയൊന്നുമില്ല ബൾക്കായിട്ട് ആളുണ്ടെങ്കിൽ. ഇപ്പോൾ കൊറോണയൊക്കെ കഴിയുന്ന സമയത്ത് നിങ്ങളൊന്ന് ഇവിടെ വരണം, ബോട്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു ഫാമിലിക്ക് നല്ല കിടിലമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു പ്ലേസ് ആണ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഹൗസ് ബോട്ട് കിടപ്പുണ്ട്, പൂട്ടിയൊക്കെ ഇട്ടേക്കുവാണ്. ഇപ്പോൾ കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ടാണ്. കണ്ട കായലിലൊക്കെ ഭംഗിയാട്ടോ, ഇതില്ല സൂപ്പർ വൈബാണ്, പൊളി വൈബ് അല്ലേ? അതെ, തീർച്ചയായും പൊളി വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം നിങ്ങൾ അഡ്വഞ്ചർ പാർക്കിലെ വിശേഷങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്ത് ആശ്രാമം എല്ലാവർക്കും അറിയായിരിക്കും. കൊല്ലത്ത് ആശ്രാമം വന്നു കഴിഞ്ഞാൽ അവിടെ അടുത്ത് തന്നെയാണ് അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്നത്. വെറും 20 രൂപ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വ്ളോഗിങ്ങോ അതുപോലെ ക്യാമറ ഷൂട്ടിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, ഫോൺ ക്യാമറയല്ല അല്ലാതെ നോർമൽ ക്യാമറയൊക്കെ ഷൂട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ 52 രൂപ മാത്രം കൊടുത്താൽ മതി. വളരെ മനോഹരമായൊരു പ്ലേസാണ്. കായലിൻ്റെ മനോഹാരിതയിൽ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടല്ലേ നമുക്കിവിടെ ഇരിക്കാൻ പറ്റിയൊരു നല്ല സൂപ്പർ പ്ലേസാണ്. കായലിൻ്റെ ഓളങ്ങളിൽ കായലിൻ്റെ മണം ആസ്വദിച്ചല്ലേ, കായൽ മണം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ നല്ലൊരു കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടൊരു സ്ഥലമാണ്. കപ്പിൾസിനൊക്കെ ഒരുപാട് കപ്പിൾസിനൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാരണം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ കല്യാണം നേരത്തെ തന്നെ നടക്കും, ഒരുപാട് അടികൾ എനിക്ക് കൊള്ളേണ്ട അവസ്ഥയുണ്ടാവും. പിന്നെ രണ്ടെന്ന് പറയുന്നത് നല്ല ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. ഞാൻ കുട്ടിക്കാലം മുതൽ വരുന്നൊരു സ്ഥലം കൂടിയാണ് അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്നത്. ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് മനസ്സിലായ ആശയം വന്നതിൻ്റെ വ്ളോഗ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന്. പിന്നെന്താ പറയുന്നത്, ഇവിടെ അത്യാവശ്യം ഇപ്പം കൊറോണ ടൈം ആയതുകൊണ്ടാണ് ഇവിടെ അത്യാവശ്യം ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൗസ് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു എത്ര 30 പേരാണെന്ന് തോന്നുന്നു. 2 പേർക്കുള്ളതൊന്നുമല്ല, 30 പേര് അങ്ങനെയാണ് ജോയിൻ്റ് ആയിട്ടുള്ള ഹൗസ് ബോട്ടിംഗ് ആണ് വരുന്നത്. പിന്നെ കുട്ടികൾക്കുള്ള ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്ക് അഡ്വഞ്ചറസ് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്കും ചെയ്യാവുന്ന ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ എന്താ പറയുക, സദാചാര പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെയൊന്നുമില്ല. വളരെ ശാന്തമായി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ ഇവിടെ ഒരു മിനി ജിമ്മുണ്ട്. മിനി ജിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ നേവിയിലോ എയർഫോഴ്സിലോ മിലിറ്ററിയിലോ പോലീസിലൊക്കെ പോകാൻ താല്പര്യമുള്ളവർ വെറും 20 രൂപ ടിക്കറ്റ് ഇവിടെ 24 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ 24 ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഫിസിക്കലി ഫിറ്റ് ആകാനുള്ള വർക്കൗട്ട്സ് ഒക്കെ ചെയ്യാം. ബേസിക് ആയിട്ടുള്ള വർക്കൗട്ടിനുള്ള എലിമെൻറ്റ്സ് ഒക്കെ നമ്മുടെ മിനി ജിമ്മിനകത്തുണ്ട്. അത് നല്ല രസമായിട്ടുള്ള കാര്യമാണ്. പിന്നെ കുട്ടികൾക്ക് ശരിക്കും നല്ല എൻജോയബിൾ ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്നത്. അപ്പം മാക്സിമം ഇതെല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുക.